പ്രിയപ്പെട്ട അധ്യാപകരെ, എല്ലാ അധ്യാപകർക്കും മറ്റൊരു സൈക്കോളജി ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കഴിഞ്ഞ സൈക്കോളജി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബുദ്ധി സിദ്ധാന്തങ്ങളുടെ ബാക്കി ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം അടുത്തൊരു ക്ലാസ് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ് ത്രിമുഖ സിദ്ധാന്തം എന്നതാണ്. ത്രിമുഖ സിദ്ധാന്തം അടുത്ത സിദ്ധാന്തമാണ്. ത്രിമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഗിൽഫോർഡാണ്. ത്രിമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഗിൽഫോർഡാണ്. ഗിൽഫോർഡ് പറയുന്നത് ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും 3 മുഖങ്ങളുണ്ട് എന്നതാണ്. ഒരിക്കൽ കൂടി പറയാം, ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും 3 മുഖങ്ങളുണ്ട് എന്നതാണ് ഗിൽഫോർഡ് പറയുന്നത്. ഇവയെ നമുക്ക് ത്രിമാന രൂപത്തിൽ ചിത്രീകരിക്കാം. ഒരിക്കൽ കൂടി പറയാം, ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും 3 മുഖങ്ങളുണ്ട്. ഇവയെ നമുക്ക് ത്രിമാന രൂപത്തിൽ ചിത്രീകരിക്കാം എന്നതാണ് ഗിൽഫോർഡ് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ഈ 3 മുഖങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേതാണ് മാനസിക പ്രക്രിയകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ. രണ്ടാമത്തേത് ഉള്ളടക്കം. മൂന്നാമത്തേത് ഉൽപ്പന്നങ്ങൾ. ഒരിക്കൽ കൂടി പറയാം, ഒന്നാമത്തേത് മാനസിക പ്രക്രിയകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, രണ്ടാമത്തേത് ഉള്ളടക്കം, മൂന്നാമത്തേത് ഉൽപ്പത്തി. ഇതാണ് ബുദ്ധിയുടെ 3 മുഖങ്ങൾ. ഇനി ഈ 3 മുഖങ്ങൾക്കും ഉപവിഭാഗങ്ങളുണ്ട്. ഈ ഉപവിഭാഗങ്ങൾ ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. 3 മുഖങ്ങൾ ഓർഡർ തെറ്റിച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അത് കറക്റ്റ് ഓർഡർ ആക്കാനൊക്കെ വരാറുണ്ട്. അതുപോലെ ഈ ഒരു ത്രിമാന രൂപത്തിൽ ചിത്രീകരിച്ച ഒരു ചിത്രം തന്നിട്ട് അത് ഏത് സിദ്ധാന്തമാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് ആവിഷ്കരിച്ചത് ആരാണ് എന്നും ചോദിക്കാറുണ്ട്. ഇനി ഏതൊക്കെയാണ് ഈ 3 മുഖങ്ങളുടെ ഉപവിഭാഗങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ മുഖം എന്ന് പറയുന്നത് മാനസിക പ്രക്രിയകളാണ്. ഇവയ്ക്ക് 6 ഉപവിഭാഗങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൈജ്ഞാനികം, ഓർമ്മ, സംരചന ചിന്ത, വിവ്രജന ചിന്ത, മൂല്യനിർണ്ണയം, അനുബന്ധനം. ഒരിക്കൽ കൂടി പറയാം, മാനസിക പ്രക്രിയകൾ അഥവാ പ്രവർത്തനങ്ങൾ, അതിന് 6 ഉപവിഭാഗങ്ങളുണ്ട്. ഇതാണ് വൈജ്ഞാനികം, ഓർമ്മ, സംരചന ചിന്ത, വിവ്രജന ചിന്ത, മൂല്യനിർണ്ണയം, അനുബന്ധനം. ഇനി രണ്ടാമത്തേതാണ് ഉള്ളടക്കം. ഈ ഉള്ളടക്കത്തിന് 5 ഉപവിഭാഗങ്ങളുണ്ട്. ഇത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. രൂപം, ശ്രവ്യം, പ്രതീകം, അർത്ഥം, വ്യവഹാരം. ഒരിക്കൽ കൂടി പറയാം, രൂപം, ശ്രവ്യം, പ്രതീകം, അർത്ഥം, വ്യവഹാരം. ഇനി മൂന്നാമത്തെ മുഖമാണ് ഉൽപ്പത്തി. ഈ ഉൽപ്പത്തി അഥവാ ഉൽപ്പന്നം, ഇതിന് 6 ഉപവിഭാഗങ്ങളുണ്ട്. ഇതാണ് ഏകകങ്ങൾ, വർഗങ്ങൾ, ബന്ധങ്ങൾ, സംഹിതകൾ, രൂപാന്തരങ്ങൾ, സൂചനകൾ. ഇങ്ങനെ 6 ഉപവിഭാഗങ്ങളുണ്ട്. ഇങ്ങനെ 5 × 6 × 6 180 മാനസിക പ്രക്രിയകളുണ്ട് എന്നതാണ് ഗിൽഫോർഡ് പറയുന്നത്. അടുത്ത ബുദ്ധി സിദ്ധാന്തമാണ് ബഹുഘടക സിദ്ധാന്തം. ബഹുഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് തൊണ്ടൈക്കാണ്. തൊണ്ടൈക്ക് പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു ബുദ്ധി എന്നതൊന്നില്ല, വിശിഷ്ട യോഗ്യതകൾ ചേർന്നതാണ് ബുദ്ധി. പൊതുവായ ബുദ്ധി എന്നൊന്നില്ല, വിശിഷ്ട യോഗ്യതകൾ ചേർന്നതാണ് ബുദ്ധി. അപ്പോൾ ബഹുഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് തൊണ്ടൈക്കാണ്. തൊണ്ടൈക്ക് പറയുന്നത് പൊതുവായിട്ടുള്ള ബുദ്ധി എന്നൊന്നില്ല, വിശിഷ്ട യോഗ്യതകൾ ചേർന്നതാണ് ബുദ്ധി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.